കൂടുതൽ പണം കിട്ടാൻ വേണ്ടി കണക്ക് പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ കള്ളക്കണക്കാണെന്ന് അധികൃതർ കൂടി അറിഞ്ഞുകൊണ്ട് കൊടുത്തു എന്നല്ലേ. അവർ കഴിച്ചുപോയ ഭക്ഷണത്തിന്റെ വിലയാണ് 8 കോടി രൂപയായിട്ട് എഴുതിയിരിക്കുന്നത്. CNDRFിലോട്ട് പണം മാത്രം അയച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പണം മാത്രം അയച്ചാൽ മതി എന്ന് വരികില്ല, പണത്തിന്റെ പ്രോപ്പർ അക്കൗണ്ടിങ്ങും നടക്കണ്ടേ. വലിയ മനുഷ്യത്വരഹിതമായി അത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളെ കുറിച്ചാണ് ഈ കണക്കെഴുതിയത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ശവടക്കം കഴിഞ്ഞ കാര്യത്തിൽ പിന്നെ എന്താ എക്സ്പെക്റ്റേഷൻ? പിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അടക്കം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ചെലവ് എന്ത് എന്ന് ഗവൺമെന്റ് അറിയണ്ടേ? അറിയുമല്ലോ. അത് ഞങ്ങൾ പ്രതീക്ഷിത ചെലവുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഓൾറെഡി ഈ അടക്കമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നീട് എന്തിനാണ് അതിനു വേണ്ടി ഒരു കള്ളക്കണക്ക് എഴുതാനായിട്ട് ശ്രമിച്ചത്? വളരെ തെറ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ ശവക്കുഴിക്ക് പോലും വില പറയുന്ന ഒരു കാലം കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പണ്ടൊരു കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ ഇവിടെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ശവപ്പട്ടിയുടെ കാർഗിൽ യുദ്ധ സമയത്ത് ശവപ്പട്ടിക്ക് കമ്മീഷൻ മേടിച്ചോ എന്ന് ചോദിച്ച് ഇവിടെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ആ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഈ കണക്കെഴുതിയപ്പോൾ ആരാ രാജിവെക്കേണ്ടത്? എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? ഇതെല്ലാം ഒരേ അളവ് പോലല്ലേ? ഈ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെ പൊട്ടിക്കരഞ്ഞതല്ലേ? വേദനയിലും ദുഃഖത്തിലും ഇരുന്ന ജനങ്ങളാണ് അവരുടെ കയ്യിലെ സർവസ്വവും കൊടുത്തത്. എല്ലാ ആളുകളും അതിനുവേണ്ടി സംഭാവന കൊടുത്ത ആൾ. മാത്രമല്ല, CNDRFിലോട്ട് പണം മാത്രം അയച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പണം മാത്രം അയച്ചാൽ മതി എന്ന് വരികില്ല, പണത്തിന്റെ പ്രോപ്പർ അക്കൗണ്ടിങ്ങും നടക്കണ്ടേ. അത് നടക്കാതിരിക്കാൻ പറ്റുമോ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് കൂടി തരുന്നതാണ്. ചെറിയ പോർഷൻ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ ഉണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റാണ് അത് മജോറിറ്റി ഫണ്ട് തരുന്നത്. ആ ഫണ്ടിന്റെ അടുത്ത റിലീസ് വരണമെങ്കിൽ ഇതിന്റെ പ്രോപ്പറായ കണക്ക് ഡൽഹി ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണ്ടേ? അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ? ഇന്നിപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇത് ശുദ്ധമായ പൊളിത്തരമായി പോയി, ഒരു കള്ളക്കണക്കാണ് എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഈ മരണത്തോട് പോലും ഇത്രയും അപമാനകരമായ രൂപത്തിൽ റിയാക്ട് ചെയ്ത ആരാണ് എന്നുള്ളത് കേരളം അറിയണം. ഇവിടെ കൂടുതൽ പണം കിട്ടാൻ വേണ്ടി കണക്ക് പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞാൽ കള്ളക്കണക്കാണെന്ന് അധികൃതർ കൂടി അറിഞ്ഞുകൊണ്ട് കൊടുത്തു എന്നല്ലേ. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? താഴെ ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ കൈപ്പശകാണ് എന്നല്ല, മനഃപൂർവ്വമായിട്ട് ചെയ്തത്. എന്തിനാ? കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ കാശ് കിട്ടാനാണെങ്കിൽ ഇങ്ങനെ ഈ ശവപ്പെട്ടിക്കും കുഴിമാടത്തിനും ഇതുപോലുള്ള രൂപത്തിൽ തുക ഈടാക്കാമോ? അവർ കഴിച്ചുപോയ ഭക്ഷണത്തിന്റെ വിലയാണ് 8 കോടി രൂപയായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കൂടുതൽ പണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ കള്ളക്കണക്ക് എഴുതി എന്ന് ഒരു അധികൃതർ ആയ ആളുകൾ പറയുന്നത് എത്ര ഗുണമുള്ള കാര്യമാണ്? ഒരിക്കലും ശരിയല്ല. അനീതിയായി മനസ്സാക്ഷിയില്ലായ്മയാണ്.